മഴയിൽ മാറിൽ ചേരും കണം പോലെ എന്നും ഞാൻ മഴയിൽ മാറിൽ ചേരും കണം പോലെ എന്നും ഞാൻ. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഇന്ന് ഒരു ഈദ് മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇപ്പോൾ ഇനി ഈദിന് 2-3 ദിവസം കൂടി ഉള്ളൂ. അപ്പോൾ എല്ലാവരും നോമ്പൊക്കെ എടുത്ത് സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം ഒരു പ്രാവശ്യം നോമ്പെടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കിങ്ങനെ നോമ്പെടുക്കാൻ ഇഷ്ടമുണ്ട്, പക്ഷേ ഈ പ്രാവശ്യം ഒന്നും എടുക്കാൻ പറ്റിയില്ല. അടുത്ത പ്രാവശ്യമെങ്കിലും എടുക്കാൻ പറ്റുമെന്നാണ് ഒരു വിശ്വാസം. അപ്പോൾ നമുക്ക് ഒരു മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ പോണത്. അപ്പോൾ എനിക്ക് ഇനി 2 ദിവസം കൂടി ഉള്ളൂ ഇതിന്. നമ്മളിന്ന് ചെയ്യുന്ന മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത് ഭയങ്കര ലൈറ്റായിട്ടുള്ളൊരു മേക്കപ്പാണ്. അതും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്കാണ്. ഭയങ്കര പുട്ടിയൊന്നും ഇടാത്ത, ഇപ്പോൾ ഭയങ്കര വെയിലാണല്ലേ, ഭയങ്കര ചൂടാണ്. അപ്പം അധികം മേക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒലിച്ചു പോകുള്ളൂ. അത് നമ്മുടെ മുഖത്ത് അധികം നേരമൊന്നും നിൽക്കൊന്നുമില്ല. അതുകൊണ്ട് സ്വെറ്റ് പ്രൂഫായിട്ടുള്ള കുറച്ച് നല്ല ക്ലീൻ ലുക്ക് തരുന്ന, നല്ലൊരു ഗ്ലാസ് സ്കിൻ ലുക്ക് ഒക്കെ തരുന്ന ഒരു സാധാരണ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, ചാനലിനെ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഇന്ന് നമുക്ക് കുറച്ച് സംസാരിച്ച് മേക്കപ്പ് ചെയ്യാമല്ലേ. എന്നാൽ ഭയങ്കര ഒന്ന് എല്ലാവരോടും ഒന്ന് സംസാരിച്ച് ഞാനെല്ലാം എന്തൊക്കെയാണ് മേക്കപ്പ് പ്രൊഡക്ട്സാണ് ഞാൻ യൂസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഫേസ് നല്ലോണം വാഷ് ചെയ്തിട്ടുണ്ട്. ഫേസ് നല്ലോണം വാഷ് ചെയ്ത് അതേപോലെ തന്നെ നമ്മൾ മേക്കപ്പ് ചെയ്യാൻ പോകണമല്ലോ. അപ്പോൾ മേക്കപ്പ് കുറച്ച് ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി, അത് ഈ കടുത്ത ചൂടിൽ ലോങ് ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് എന്തായാലും ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ഐസ് ഫേസിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് 2 മിനിറ്റൊക്കെ നല്ലോണം റബ്ബ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഐസ് നേരെ ഫേസിലേക്ക് വെക്കുകയാണ് ചെയ്യാറ്. അല്ലെങ്കിൽ കുറച്ച് ഒരു ബൗളിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഐസ് ഇട്ടിട്ട് ഈ ഫേസ് നല്ലോണം മുക്കി വെച്ചാലും മതി. പക്ഷേ അങ്ങനെ ഞാൻ ചെയ്യാറില്ല ഗൈസ്. ഞാൻ എപ്പോഴും ഐസ് വെറുതെ ഫേസിൽ അപ്ലൈ ചെയ്യാണ് ചെയ്യാറ്. അപ്പോൾ ഞാനത് ചെയ്തിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമുണ്ട്. ഞാൻ രാവിലെയും രാത്രിയും ഒക്കെ ചെയ്യാറുണ്ട്. നല്ലൊരു ഗ്ലോയിങ് സ്കിൻ കിട്ടാനായിട്ട് അത് അടിപൊളിയാണ്. അപ്പോൾ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അത് എന്തായാലും മേക്കപ്പിന് മുന്നേ ഒന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ഇടുന്ന എന്ത് സാധനവും ലോങ് ലാസ്റ്റ് ചെയ്യാൻ നല്ലതാണ്. അതിനുശേഷം ഇനി നമുക്ക് ചെയ്യാൻ പോണത്, ഞാൻ ഫേസിലൊന്നും ചെയ്തിട്ടില്ല. ഇനി നമ്മൾ ചെയ്യണത് ആദ്യം തന്നെ ഫേസ് ഒന്ന് പ്രിപ്പ് ചെയ്യണം. അപ്പോൾ ഒരു സ്കിൻ കെയർ ആദ്യം ചെയ്തിട്ട് വേണം നമ്മൾ മേക്കപ്പ് ഇടാനായിട്ട്. അപ്പോൾ ഞാനൊരു ടോണറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് പ്ലമ്മിൻ്റെ ടോണറല്ല, ഇത് ടോണിമോളിയുടെ ടോണറാണ്. ഞാൻ പ്ലമ്മിൻ്റെ ബോട്ടിലിട്ട് വെച്ചെന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇത് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഏത് ടോണറാണോ അത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ റോസ് വാട്ടർ ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. ഇങ്ങനെ അടിക്കുമ്പോൾ തന്നെ എന്ത് സുഖമാണെന്നറിയാം, നല്ല തണുപ്പാണ് ഗൈസ്. ഇതൊന്ന് ഉണങ്ങട്ടെ. എന്ത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴും, ഇപ്പോൾ മേക്കപ്പ് ആണെങ്കിലും ഇപ്പോൾ ഈ ഒരു ടോണർ സ്കിൻ കെയർ ഒക്കെ ആണെങ്കിലും നമ്മൾ ഇട്ടിട്ട് അടുത്ത പ്രൊഡക്റ്റ് അപ്പം തന്നെ ഇടാൻ പാടില്ല. ജസ്റ്റ് ഇപ്പോൾ ടോണറാണല്ലോ ഞാൻ ഇട്ടാണ്, ഈ ടോണർ ഒന്ന് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് വലിഞ്ഞിട്ട് വേണം അടുത്ത പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ കേട്ടോ. അതുപോലെ തന്നെയാണ് ഈ മേക്കപ്പിലും. നമ്മൾ ഫൗണ്ടേഷനോ അല്ലെങ്കിൽ കൺസീലറോ എന്ത് ഇട്ടാലും ഒരു 2 മിനിറ്റെങ്കിലും ഒന്ന് സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യാൻ കൊടുക്കണം. എന്നിട്ട് വേണം അടുത്ത പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യാൻ കേട്ടോ. ഓക്കെ ഗൈസ്, ഇനി അടുത്തത് നമ്മൾ അപ്ലൈ ചെയ്യണത് ഒരു മോയ്സ്ചറൈസറാണ്. പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ അത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ലൊരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ സൺസ്ക്രീൻ ഇല്ല ഗൈസ്, എൻ്റെ സൺസ്ക്രീൻ തീർന്നു പോയി. അപ്പോൾ ഞാനിപ്പോൾ ഓർഡർ ചെയ്തിട്ടുള്ളൂ, അപ്പോൾ സൺസ്ക്രീൻ വന്നിട്ടില്ല. നിങ്ങൾ എന്തായാലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക കേട്ടോ.
പക്ഷേ നല്ല വെയിലാണ്, സൺസ്ക്രീൻ മസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി മേക്കപ്പിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ലൊരു പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. പ്രൈമർ അപ്ലൈ ചെയ്യണത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഓപ്പൺ പോസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലോസ് ആവാനാണ്. ഇപ്പോൾ എൻ്റെ നല്ല ഓയിലി സ്കിന്നാണ്. എനിക്ക് ഫൗണ്ടേഷൻ ഇടുന്ന ടൈമിൽ ഞാൻ എപ്പോഴും മറക്കാണ്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ പ്രൈമർ. അപ്പോൾ എനിക്ക് ഇവിടെ ഈ ടീ സോൺ നല്ലോണം ഓയിലി ആവട്ടെ, എൻ്റെ ഫേസ് ഓയിലിയാണ്, നല്ല ഓയിലിയാണ്. അതുകൊണ്ട് ഞാൻ എന്തായാലും പ്രൈമർ ഇടാണ്ട് ഞാൻ ഫൗണ്ടേഷൻ ഇടാറില്ല. എന്താണെന്ന് വെച്ചാൽ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഭയങ്കര മെഴുക്ക് പോലെ ഇരിക്കും എൻ്റെ മുഖം. അപ്പോൾ ഈ പ്രൈമർ ഇടുമ്പോൾ കുറച്ചും ഒന്ന് കൺട്രോൾ ചെയ്യാൻ, ഓയിൽ കൺട്രോൾ ചെയ്യാൻ നല്ലതാണ്. പിന്നെ അതേപോലെ ഓപ്പൺ പോസ് ഉള്ളവരൊക്കെ ആണെങ്കിൽ എന്തായാലും പ്രൈമർ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. ഞാൻ ഇവിടെ ഈ ഒരു പ്രൈമറാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറ് കേട്ടോ. ഇത് പാക്കിൻ്റെ പ്രൈമറാണ്, PSCയുടെ പ്രൈമറാണ്. അല്ലെങ്കിൽ ഈ ഒരു പ്രൈമർ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഷുഗറിൻ്റെ പ്രൈമറാണ്, ഷുഗറിൻ്റെ പ്രൈമറാണ്. ഞാൻ ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരു പ്രൈമറാണ് എപ്പോഴും യൂസ് ചെയ്യാറുള്ളൂ. ഇപ്പം ഞാൻ യൂസ് ചെയ്യണത് ഈ ഒരു പ്രൈമറാണ് കേട്ടോ. ഇതൊരു ജെൽ ബേസ്ഡ് പ്രൈമറാണ്. പിന്നെ ഒരു ഗോൾഡ് ഗ്രാന്യൂൾസൊക്കെ വരുന്നുണ്ട്, അതെന്തിനാണെന്ന് എനിക്കറിയില്ല. പക്ഷേ നല്ല പ്രൈമറാണ്, അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യണത്. ഞാൻ ഇത്രയും തീർത്തിട്ടുണ്ട്. കുറച്ചിട്ടാൽ മതി കേട്ടോ. നമ്മുടെ മൂക്കിൻ്റെ ഭാഗത്തും ഈ ഒരു ഭാഗത്തും മാത്രം ഇട്ടാൽ മതി. അവിടെയാണ് എനിക്ക് കൂടുതൽ ഓയിലാവുന്നത്, അതുകൊണ്ട് അവിടെ മാത്രം ഇടുന്നുള്ളൂ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കളർ കറക്റ്റിംഗ് ആണ്. ഞാനിപ്പോൾ കളർ കറക്റ്റിംഗ് ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് വലുതായിട്ട് കളർ കറക്റ്റ് ചെയ്യാനൊന്നുമില്ല. എൻ്റെ ഈ ഒരു സൈഡിൽ മാത്രമാണ് ചെറിയ പിഗ്മെൻറ്റേഷൻ ഉള്ളത്, കഴുത്തിൻ്റെ അത്. പക്ഷേ വേണ്ട, കുഴപ്പമില്ല. പക്ഷേ കളർ കറക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇങ്ങനെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷനോ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ, പിന്നെ കണ്ണിൻ്റെ അടിയിൽ കറുപ്പോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു കൺസീലർ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് എലഗേണിൻ്റെ കൺസീലറാണ്. നല്ലൊരു കൺസീലറാണ് കേട്ടോ. ഞാൻ കുറച്ച് നാൾ മുന്നേ യൂസ് ചെയ്ത് വന്നിരുന്നതാണ്. ഇപ്പം ഞാൻ അധികം യൂസ് ചെയ്യാറില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ കൺസീലൊന്നും ചെയ്യാറില്ല. ഞാനിപ്പോൾ നേരെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ പോണേണ്. ഫൗണ്ടേഷനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു ഫൗണ്ടേഷനാണ്. ഇതും എലഗേണിൻ്റെ പ്രോ കവറേജ് HD ഫൗണ്ടേഷനാണ് കേട്ടോ. ഇതിൻ്റെ ക്യാപ്പ് കാണാനില്ല, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറ് കേട്ടോ. ഇത് എൻ്റെ കയ്യിൽ കുറേ നാളായിരിക്കുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ. ഈ ഫൗണ്ടേഷൻ ഇടുമ്പോൾ നമുക്ക് പ്രത്യേകമുള്ളൊരു പ്രശ്നമാണ്, ഓക്സിഡൈസ് ആയി പോകും. നമ്മളിപ്പോൾ നമ്മുടെ സ്കിന്നിന് കറക്റ്റായിട്ട് നമ്മളൊരു ഫൗണ്ടേഷൻ വാങ്ങിച്ചാലും കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അത് ഓക്സിഡൈസ് ആയി നമ്മുടെ സ്കിന്നൊന്ന് ഡാർക്കായി പോകാറുണ്ട്. പക്ഷേ ഇതിന് അങ്ങനെയില്ല കേട്ടോ. എനിക്ക് ഇതിന് മെയിനായിട്ട് തോന്നിയൊരു കാര്യം അതാണ്, ഇത് ഓക്സിഡൈസ് ആവാറില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഈ ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത്. ഇത് എലഗേണിൻ്റെ പ്രോ കവറേജ് ഫൗണ്ടേഷനാണ്. അപ്പോൾ ഞാൻ ഇതാണ് യൂസ് ചെയ്യണത്. പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിയൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ഞാൻ സോനയുടെ എൻഗേജ്മെൻറ്റിൻ്റെ ടൈമിൽ ഞാനൊരു ലിക്വിഡ് ഹൈലൈറ്റർ വാങ്ങിച്ചായിരുന്നു. ലിക്വിഡ് ഹൈലൈറ്ററുമാണ് പ്ലസ് ഫൗണ്ടേഷനും കൂടിയാണത്. 2 in 1 ആണല്ലോ. അപ്പോൾ അതൊരെണ്ണം വാങ്ങാമെന്ന് വിചാരിച്ചു. അതിന് ഭയങ്കര ഹൈപ്പും ആയിരുന്നു കേട്ടോ. വേറെ ഒന്നല്ല, ഇത് എൽഫ് ഹാലോ ഗ്ലോ ലിക്വിഡ് ഫിൽറ്ററാണ്. ഇത് എൻ്റെ കറക്റ്റ് ഷെയ്ഡാണ് കേട്ടോ. എൻ്റെ കറക്റ്റ് ഷെയ്ഡാണ്. അതായത് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ഒട്ടും ലൈറ്റും അല്ല ഒട്ടും ഡാർക്കും അല്ല. എൻ്റെ സ്കിന്നിൻ്റെ കറക്റ്റ് ഷെയ്ഡാണ്. ഇതിൻ്റെ ഷെയ്ഡ് മീഡിയം ആണ് കേട്ടോ. മീഡിയം ആണ് ഇതിൻ്റെ ഷെയ്ഡ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാനിത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് ഷെയ്ഡായിട്ടേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഒരു കുറച്ച് നേരം കൊണ്ട് കഴിയുമ്പോഴേക്കും ഓക്സിഡൈസ് ആകുമ്പോൾ നമ്മുടെ സ്കിൻ ടോണും അല്ല, അതിലും ഡാർക്കായിട്ട് പോകും കേട്ടോ. അത് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നി. അപ്പം ഇങ്ങനത്തെ ഇത് എന്തായാലും ഓക്സിഡൈസ് ആവുന്നൊരു സംഭവമാണ്. ഇങ്ങനത്തെ ഇത് വാങ്ങുവാണെങ്കിൽ, അതായത് ഈ ഹാലോ ഗ്ലോ ലിക്വിഡ് ഫിൽറ്റർ വാങ്ങുവാണെങ്കിൽ നിങ്ങളെക്കാൾ ഒരു ഷെയ്ഡ് കൂടുതൽ എടുക്കണമായിരിക്കും നല്ലത്. എൻ്റെ മീഡിയമാണ്, മീഡിയത്തിനേക്കാൾ ഒരു ഷെയ്ഡും കൂടി കൂടുതൽ എടുക്കണമായിരുന്നു. എന്നാൽ കറക്റ്റ് ആവും. ഓക്സിഡൈസ് ആയി കഴിയുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും എൻ്റെ കറക്റ്റ് ഷെയ്ഡിൽ വരുമല്ലോ. അതുകൊണ്ട് ഞാനിത് ആകെ ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ തന്നെ ഇരിക്കുന്നത് ഗൈസ്. അപ്പം ഞാനിപ്പോൾ ഇടാൻ പോണത് ഈ ഒരു ഫൗണ്ടേഷനാണ്. കുറച്ചെടുക്കുന്നുള്ളൂ കേട്ടോ. എനിക്ക് അത്രയും മതി. ഞാനങ്ങനെ ഒരുപാട് ഇടാറില്ല, കഴുത്തിലിടാനില്ല. അപ്പോൾ ഭയങ്കര ചൂടായതുകൊണ്ടേ ഞാൻ ഫാൻ ഓഫ് ചെയ്തായിരിക്കുന്നത്. അതുകൊണ്ട് ഭയങ്കരമായിട്ട് വേർക്കുന്നു. എന്തായാലും എന്ത് ചൂടല്ലേ. അപ്പോൾ പിന്നെ ഞാൻ ഈ ഒരു ബ്ലെൻഡറും കൊണ്ടാണ് ബ്ലെൻഡ് ചെയ്യണത്. ഞാനൊന്ന് നനച്ചിട്ടുണ്ട് കേട്ടോ. നനച്ച് വെള്ളം പോയില്ലേ, ഒന്ന് വെള്ളം കളഞ്ഞിട്ട്
നമ്മൾ ബ്ലെൻഡ് ചെയ്യുക. അപ്പോൾ നല്ലോണം ബ്ലെൻഡ് ആവും കേട്ടോ. ഇതേപോലെ ഇപ്പോൾ ബ്ലെൻഡർ ഒന്ന് നനച്ചിട്ട് വെള്ളം പിഴിഞ്ഞ് കളഞ്ഞിട്ട് ബ്ലെൻഡ് ചെയ്താൽ കുറച്ചും കൂടി നല്ലോണം ബ്ലെൻഡ് ആക്കാൻ ഈസിയാണ്. അപ്പോൾ കണ്ടില്ലേ, നല്ലൊരു ക്ലീൻ ലുക്ക് ഉണ്ട്. നല്ലൊരു മേക്കപ്പ് ഇട്ടിട്ടുണ്ട് എന്നുള്ളൊരു ഇതും തോന്നില്ല. അപ്പോൾ നമ്മൾ മേക്കപ്പ് ഇടുമ്പോൾ ഫൗണ്ടേഷൻ ഇങ്ങനെ ഒരുപാട് അങ്ങോട്ട് വാരി വരച്ചെടുക്കരുത്, കുറച്ചെടുത്താൽ മതി. പിന്നെ കൺസീലറും കൂടി ചെയ്യുവാണെങ്കിൽ തീരെ കുറച്ചെടുത്താൽ മതി കേട്ടോ ഫൗണ്ടേഷൻ. അപ്പോൾ ഞാൻ കണ്ടില്ലേ, ഒരു പമ്പ് മാത്രമേ ഞാൻ എടുത്തുള്ളൂ. എന്നിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഈ ഒരു പൗഡർ കൊണ്ട് സെറ്റ് ചെയ്യാണ്. കുട്ടിക്കൂറയുടെ പൗഡറാണ്, ഏത് പൗഡർ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ബനാന പൗഡറൊക്കെ എടുക്കാം. എൻ്റെ കയ്യിൽ ബനാന പൗഡർ എല്ലാം ഉണ്ട്. പക്ഷേ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഈ ഒരു പൗഡറാണ് കേട്ടോ. ഞാൻ എപ്പോഴും അതെ, എവിടെ പോയാലും ഞാൻ ഈ ഒരു പൗഡർ മാത്രമേ. അതുകൊണ്ട് ബനാന പൗഡറൊക്കെ വെറുതെ ഇരിക്കുക അവിടെ. അപ്പോൾ നമുക്ക് മൂക്കിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ കണ്ണിൻ്റെ അവിടെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇനി ഐ മേക്കപ്പാണ് ഞാൻ ചെയ്യാൻ പോണേ. അത് കണ്ണിൻ്റെ അവിടെ കുറച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് അപ്ലൈ ചെയ്യാം. ക്രീസിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഐ ഷാഡോ മേക്കപ്പ് റെവല്യൂഷൻ്റെ ഐ ഷാഡോ ആണ്. ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കാൻ കാരണം ഇപ്പോൾ അപ്പുറത്തെ വീട്ടിൽ ആൻറ്റിക്ക് എന്തോ അലക്കാനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അലക്കണേൻ്റെ ഒച്ചയ്ക്കായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. പിന്നെ അതേ നമ്മൾ ബ്രൗൺ ഷെയ്ഡ് കഴിഞ്ഞിട്ട് മേക്കപ്പ് റെവല്യൂഷൻ്റെ തന്നെ വേറൊരു പാലറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ എൻ്റെ ഡ്രസ്സിൻ്റെ ഒരു കളറിനനുസരിച്ച് ഒരു ഐ ഷാഡോ ആണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ തന്നെ ഒരു ഗ്ലിറ്റർ ഐ ഷാഡോയും കൂടി ഉണ്ടായിരുന്നു, അതും കൂടി ജസ്റ്റ് നമ്മുടെ നടുക്ക് മാത്രം ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതേ നമ്മൾ ഐലൈനറാണ്. ഇത് നൈക്കയുടെ ഐലൈനറാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ലൊരു ഐലൈനറാണ് കേട്ടോ. കുറേ നേരം ലോങ് ലാസ്റ്റ് ചെയ്യും, വാട്ടർ പ്രൂഫാണ്, നല്ലൊരു ഐലൈനറാണ്. പിന്നെ ആപ്ലിക്കേഷൻ ആണെങ്കിലും അടിപൊളിയാണ്. അതിൻ്റെ ബ്രഷൊക്കെ കാര്യങ്ങളൊക്കെ നല്ല ഒരു ഐലൈനറാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അടുത്ത് ഞാൻ എടുത്തിരിക്കുന്നത് മെബിലൈൻ്റെ ഹൈപ്പർ കേൾ മസ്കാരയാണ് കേട്ടോ. ഇത് ഞാനൊരു 3-4 വർഷമായിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അടിപൊളിയായിട്ടുള്ളൊരു മസ്കാരയാണ് കേട്ടോ. എനിക്ക് ഐലൈനർ എഴുതിയില്ലെങ്കിലും മസ്കാര എഴുതണം, അത്രയ്ക്ക് എനിക്ക് ഒബ്സസ്ഡ് ആണ് മസ്കാരയായിട്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ ഇത് എപ്പോഴും ഉണ്ടാവും കേട്ടോ. ഇനി ഞാൻ എടുത്തിരിക്കുന്ന ഐബ്രോ പാലറ്റ് ഞാൻ 2 എണ്ണം കാണിച്ചു തരാം. ഒരെണ്ണം വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ പിന്നെ മാറ്റ് ലുക്ക് ദ ബ്രോ ബാർ എന്ന് പറഞ്ഞൊരു ഐബ്രോ പാലറ്റുമാണ്. അപ്പോൾ ഞാൻ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ തീർന്നുപോയി, അതുകൊണ്ട് ഞാൻ ഈ ഒരു ഐബ്രോ പാലറ്റാണ് യൂസ് ചെയ്യണത്. അതിൽ ഞാൻ ഡാർക്ക് ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. ഡാർക്ക് ഷെയ്ഡ് എടുക്കാൻ കാരണം നമ്മൾ എപ്പോഴും ഐബ്രോസ് എഴുതാൻ നേരത്ത് അറ്റത്തുനിന്ന് എഴുതി തുടങ്ങും. അറ്റത്തുനിന്ന് ഡാർക്ക് നമ്മൾ ഐബ്രോ എഴുതുന്ന സ്ഥലത്ത് ഭയങ്കര ലൈറ്റ് ആയിട്ടാണ് എഴുതേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ മീശമാധവനിലെ ജഗദീനെ പോലെ ആയിപ്പോവും. ഇത് എർത്ത് റിതമിൻ്റെ ബ്ലഷാണ്. ഇതാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറ്. എൻ്റെ ഒരു പൗഡർ ബ്ലഷ് ഉണ്ട്, അതിനേക്കാൾ ഇഷ്ടം എനിക്ക് ഇതാണ് കേട്ടോ. പൗഡർ ബ്ലഷിനേക്കാൾ കുറച്ചുകൂടി പിഗ്മെൻറ്റഡ് ഇതാണ്. അടുത്ത ഹൈലൈറ്ററാണ്. ഇത് മെബ്ലൈൻ്റെ മാസ്റ്റർ ക്രോം ഹൈലൈറ്ററാണ്. ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഹൈലൈറ്ററാണ്. ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. നല്ലൊരു ഗ്ലോയി ഫിനിഷ് ആയിരിക്കും ഉണ്ടാവുക. ഹൈ എൻഡ്സിലൊക്കെ അടിപൊളിയായിട്ട് ഇടാൻ പറ്റുന്നൊരു ഹൈലൈറ്ററാണ്. അപ്പോൾ മൂക്കിൻ്റെ അവിടെ ഇടാം, പിന്നെ ചിൻ ഏരിയയിൽ ഇടാം, പിന്നെ ചീക്സിലിടാം, പിന്നെ നമ്മുടെ കോളർ ബോണിലൊക്കെ ഇട്ടാൽ നല്ലോണം ഹൈലൈറ്റഡ് ആയിട്ടിരിക്കും. നല്ലൊരു ഹൈലൈറ്ററാണ്. പിന്നെ കുറേ എടുക്കുകയാണെങ്കിൽ ഒന്ന് എക്സസ് തട്ടിക്കളഞ്ഞിട്ട് വേണം നമ്മൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരുപാടായി കഴിഞ്ഞാൽ അലമ്പായിരിക്കും. നമുക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാം. ഞാൻ ആദ്യം ലിപ്പ് ലൈനറും കൊണ്ട് ഒന്ന് ചുണ്ട് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അത് സ്വിസ് ബ്യൂട്ടിയുടെ ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ ഈ ലിപ്പ് ലൈനർ. ഇത് നല്ല ലിപ്പ് ലൈനറാണ് കേട്ടോ. ഞാനിപ്പോൾ കാണിക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൊഡക്ട്സാണ് ഞാൻ കാണിക്കുന്നത്. അതിന് ശേഷം ഞാൻ എടുത്തിരിക്കുന്നത് മാൾസിൻ്റെ ബീഗം എന്ന് പറഞ്ഞ ലിപ്പ് ഗ്ലോസ് ആണ് കേട്ടോ. ഈ ലിപ്പ് ഗ്ലോസും കൂടി ഇട്ടപ്പോൾ അടിപൊളിയായിട്ടില്ലേ ഗൈസ്. നല്ല രസമുള്ളൊരു ലിപ്പ് ഗ്ലോസ് ആണ്. നല്ലൊരു ഗ്ലോസി ഫിനിഷുമാണ്. ലിപ്പ് ഗ്ലോസ് എപ്പോഴും ഗ്ലോസി ഫിനിഷ് ആയിരിക്കില്ല, അടിപൊളിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ലിപ്പ് ഗ്ലോസ് ആണ്. പിന്നെ ഇത് സെറ്റിംഗ് സ്പ്രേ ഫോറെവർ 52ൻ്റെ സെറ്റിംഗ് സ്പ്രേ ആണ് കേട്ടോ. ഇത് എൻ്റെ അടുത്തൊരു കുട്ടി ചോദിച്ചായിരുന്നു ഈ സെറ്റിംഗ് സ്പ്രേ ഏതാണെന്ന്. ഫോറെവർ 52 ആണ്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി സെറ്റിംഗ് സ്പ്രേ ആണ് കേട്ടോ. ഭയങ്കര ഒരു ഗ്ലോ ആയിട്ടിരിക്കും, നല്ല ഗ്ലാസ് ഫിനിഷ് ആയിട്ട് ഉണ്ടാവും കേട്ടോ നമ്മുടെ ഫേസ്. ഞാൻ ഫൗണ്ടേഷൻ ഇടുമ്പോൾ ഒക്കെ ഞാൻ ഇത് ഇടാറുണ്ട് കേട്ടോ. എനിക്ക് അത്രയ്ക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. മഴയിൽ മാറിൽ ചേരും കണം പോലെ മഴയിൽ മാറിൽ ചേരും കണം പോലെ